ഹലോ മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം അടിപൊളിയായിട്ട് എഴുതി. എനിക്ക് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം മെസ്സേജ് ചെയ്തു. അതുകൂടെ നമ്മുടെ വീഡിയോസ് ലൈവ്സിനൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേര് വന്നു മിസ്സേ അടിപൊളിയായിട്ട് എഴുതി, എനിക്ക് A+ ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ചെയ്തു. ഇവിടുത്തെ കുറച്ച് പേരുടെ കമന്റ് മാത്രം മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതിയത് എനിക്ക് മനസ്സിലായി, നല്ല കുട്ടികളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ചിലവർക്ക് എന്തെങ്കിലും മിസ്സേ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് ഓർത്ത് കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ട്. അതൊന്നും പേടിക്കണം, നല്ല രീതിയിൽ വാല്യുവേഷനൊക്കെ ലിബറലൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഫുൾ A+ തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാല്യുവേഷനൊക്കെ നല്ല രീതിയിലാണ്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചൊക്കെയാണ് എഴുതിയത്. ഓക്കെ, നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഫുൾ കവർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ ഈ എക്സാമിന് നമുക്ക് വന്നല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഹയസ്റ്റ് പിക്ക് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ്, നമ്മൾ 30 മിനിറ്റ്സിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് പോയതും ലൈവായിട്ട് പോയതും അല്ലാതെ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത ഓരോ ക്ലാസ്സുകളുടെയൊക്കെ ബേസ് നോക്കുവാണെങ്കിൽ എക്സാമിൻ്റെ എല്ലാ ക്ലാസ്സും കണ്ടു പഠിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. നമ്മളിപ്പോൾ ഓരോ വീഡിയോസിലും പറഞ്ഞു, നമ്മൾ സെപ്പറേറ്റ് എടുത്ത വീഡിയോസിലും 30 മിനിറ്റ്സ് വീഡിയോസിലായിക്കോട്ടെ, അല്ല നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ആയിരിക്കോട്ടെ, അപ്പോൾ എല്ലാ ക്ലാസ്സും കണ്ടുപഠിച്ച എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് ഫുൾ മാർക്ക് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും അതെല്ലാം നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെവല്യൂഷൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് 30 മിനിറ്റ്സ് വീഡിയോയിൽ ഈസി ആയിട്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ദെൻ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇതെല്ലാം അതേപടി നമ്മൾ തലേ ദിവസത്തെ ക്ലാസ്സുകളിൽ ജോഗ്രഫി ഹിസ്റ്ററിക്ക് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ്സുകൾ പോയിരുന്നു. അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതേപടി 50 ഷുവർ ക്വസ്റ്റ്യൻസിനകത്ത് വന്നതും കുറേ ഉണ്ടായിരുന്നു. പിന്നെ 30 മിനിറ്റ്സ് വീഡിയോയിൽ അങ്ങനെ അടിപൊളിയായിട്ട് എക്സാമിൻ്റെ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് പോയി എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫുൾ മാർക്ക് തന്നെ ലഭിക്കുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് മിസ്സോട് പറയുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. നമ്മുടെ GST ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഡോക്ടർ സാറിൻ്റെ ഒക്കെ എക്സാമ്പിളൊക്കെ വെച്ച് പഠിച്ചാണ് ആ GST ഒക്കെ അതേപടി വന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്, ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ അതേപടി നേരിട്ട് തന്നെ വന്നു. അപ്പം എന്നെ കുറേ പേര് വന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, മിസ്സേ അരേ സ്വാമിയൊക്കെ ഏറ്റെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ തീ അണയ്ക്കാൻ ആനി വന്നെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ മോനെ, അല്ല മിസ്സേ നമ്മുടെ ബാച്ച് ദ ഫോളോയിങ് അതേപടി അതേ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ എന്നിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതിനുശേഷം വൈക്കം സത്യാഗ്രഹമൊക്കെ അടിപൊളി അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. മാപ്പ് പിന്നെ പറയേണ്ടത്, നമ്മൾ എല്ലാ മാപ്പിനും വേണ്ടി മിസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ലൈവുകളിൽ മിസ് ലൈവായിട്ട് ഈ മാപ്സ് ഓരോന്നും മാർക്ക് ചെയ്ത് കാണിച്ചായിരുന്നു അല്ലേ. അതെല്ലാം അതേപടി തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ദെൻ നോക്കി അതൊക്കെ 4 മാർക്കാണ് നമ്മുടെ കൈകളിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിത് ക്വസ്റ്റ്യൻ അതേപടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോർത്തിയെടുത്ത പോലെയാണ് മിസ് ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലേക്ക് എടുത്ത് അതേപടി തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വന്ന 3 അച്ചീവ്മെന്റ്സ്, അതും എല്ലാം കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നേ. നമ്മൾ വെസ്റ്റർലൈസ് ട്രേഡ് വിൻഡുകളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിങ്ങനെ ടേബിൾ തിരിച്ച് പഠിച്ചായിരുന്നു. അതിൽ വെസ്റ്റർലൈസ് ഏതാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ മിസ് പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ടേബിളായിട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടേബിൾ നമ്മളെ സഹായിച്ചത് വെസ്റ്റർലൈസ് ആണ് നമുക്ക് നേരിട്ട് വന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത എന്തായിരുന്നു, ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ. ഓക്കെ, നമ്മളിത് അതേപടി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ആൻസേഴ്സ് ഒന്നും മിസ് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് എക്സാമിനൊക്കെ എഴുതി മാർക്ക് സെറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ആൻസർ പറയണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ എയിംസ്. അത് ക്വസ്റ്റ്യൻ അതേപടി തന്നെ. ഇതൊരു 3-4 മാർക്കിന് എന്തോ ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. ദെൻ എങ്ങനെയായിരുന്നു അടുത്ത എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചു, ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മളോട് ഇടയ്ക്ക് മിസ് പറഞ്ഞായിരുന്നു, നമ്മളോട് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർ ഈ പഠിക്കുന്നു പറയുന്നത്. അപ്പം നമുക്കും പുരോഗമനം ഉണ്ടാകും, കൺട്രിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. യെസ്, ആ ക്വസ്റ്റ്യൻ അതേപടി തന്നെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ, സ്റ്റേറ്റിന്റെ നിർബന്ധിത ചുമതലകൾ. എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ മിസ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് എന്തോ പറഞ്ഞായിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സിഗ്നിഫിക്കൻസ് ആണ്. എന്തായാലും അതും വന്നു. ഇത് പിന്നെ പറയേണ്ട ഗ്രിഡ് റിഫറൻസ് എല്ലാവരും പഠിച്ചിട്ടാ. അപ്പോൾ എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞാൽ ഗ്രിഡ് റിഫറൻസ് ഒക്കെ ചിലവരൊക്കെ ഇതും മാപ്പും ഒക്കെ തന്നെയൊക്കെ ആയിട്ട് അത് തന്നെ എടുത്ത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതേപടി ക്വസ്റ്റ്യൻസ് അതേപടി തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ജിയോ സ്റ്റേഷനും സൺസിൻക്രൈസും തമ്മിലുള്ള കമ്പാരിസൺ, അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സിറ്റിസൺഷിപ്പ് എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് മൈബോസ് മൂവിയൊക്കെ ആയിട്ട് ദിലീപ് മമത അതെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചാണ്. യെസ്, സെറ്റ്, അത് അതേപടി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, ഇത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ വരെ സെപ്പറേറ്റ്, ഇത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു. അതുകൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ്. അത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വന്നു. ഓക്കെ, ഇതിനടുത്ത് നമ്മുടെ ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ പറ്റി നോട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ തലേ ദിവസത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്.
ദെൻ സൗത്ത് വെസ്റ്റ് മൺസൂണൊക്കെ ഓക്കെ, കാറ്റ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കൊക്കെയാണ് വീശുന്നതും അത് ഇന്ത്യൻ നോർത്ത് പ്ലെയിനിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വീശുന്നതാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നൊക്കെ സെറ്റാക്കി നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അങ്ങനെയാണ് ഇനി അടുത്തത് എന്താണ്? യെസ്, നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ എന്താണെന്നുള്ളതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, എല്ലാവർക്കും A+ തന്നെ ലഭിക്കും കേട്ടോ. ഉറപ്പായിട്ടും എൻ്റെ എക്സാം വിന്നറിന് എൻ്റെ കുട്ടികൾക്കെല്ലാം A+ തന്നെ ലഭിക്കും. അടുത്ത എക്സാമുകളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എഴുതുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? താങ്ക് യു.